പാറക്കുട്ടി ഈ പൂച്ചനെ ആൻറ്റിക്ക് തരുമോ? ഇല്ല, ഒരിക്കലില്ല. അതെന്താ, അത്രയ്ക്ക് ഇഷ്ടമാണോ ഈ പൂച്ചനെ? എൻ്റെ അനിയനെ പോലെ. ആണോ? എന്നാ പാറക്കുട്ടി തന്നെ വെച്ചോട്ടോ, നോക്കിക്കോ നല്ലോണം. മാഡം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നാ? ഞാൻ നാളെ ഇട്ട് വന്നിട്ട് വെച്ചാ. നീ ആയോണ്ട് ചിലപ്പോ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. രമാൻറ്റി പോകുമ്പോഴേ ഇവിടെ വല്ല ബാഗിലാക്കി കൊണ്ടുപോകണേ, ഭയങ്കര ശല്യമാണ്. ഇവിടെ പോയാൽ കുറച്ച് മനസ്സമാധാനം കിട്ടും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് ഇവിടെ സമാധാനം ഇല്ലേ? പറഞ്ഞാൽ അത് ശരിയാണല്ലോ. അപ്പൊ ആരില്ലാത്തപ്പോ സമാധാനം ഉള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ലച്ചു ചേച്ചി കേക്കട്ടെ, നിന്നെ തൂക്കിയെടുത്ത് വെളിയിലിടും. കേട്ടാലും കുഴപ്പമില്ല. നന്നായി. ഇവള് വളർന്നു വരും തോറും ഉണ്ടല്ലോ ഇവളുടെ നാക്കങ്ങ് നീട്ടത്തി വരിക, കാന്താരിയായിട്ട് മാറുക ഇവള്. അല്ലെങ്കിൽ ഇവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? കൊച്ചിലെ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ തന്നെയായിരുന്നു. നമ്മുടെ കാര്യം പറയേണ്ട കാര്യം എന്തിന്? അങ്കിളെ എങ്ങോട്ടാണ് ഒരുങ്ങി? ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെന്ന്? ഇന്ന് നമ്മളെ വിളിക്കാഞ്ഞ്? ഒരു കൊച്ചു ഫംഗ്ഷനാണെന്ന്, അതുകൊണ്ടാ. അച്ഛ എവിടെ പോണ്? രാംകുമാറിന്റെ പ്രത്യേക അനുസരിച്ച് രാംകുമാറിന്റെ ഓഫീസിൽ ഒരു ഫംഗ്ഷൻ വേണം. അത് ശരി. അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് ഞങ്ങളെ വിളിച്ചില്ല അല്ലേ? അയ്യോ മോളെ, ഇതൊരു ചെറിയ ഫംഗ്ഷൻ. ഈ ഓഫീസിൽ വലിയ ഫംഗ്ഷൻ വരുന്നുണ്ട്, ഓഫീസിന്റെ ആനിവേഴ്സറി. അപ്പൊ നിങ്ങൾ എല്ലാരും വിളിക്കാം. ഇത് കൊച്ചു ഫംഗ്ഷൻ. പപ്പ പറഞ്ഞ പകുതി കാര്യം സത്യവാ. ഇടേ ശരിക്കും ഇതൊരു മീറ്റപ്പാ. ആകെ 3 ടിക്കറ്റേ ഉള്ളായിരുന്നു. മമ്മി ഇല്ലാത്തതുകൊണ്ട് ആ ടിക്കറ്റ് ബാലുവിന് കൊടുത്തു, ഞങ്ങൾ 3 കൂടെ പോന്നു. അല്ല, അങ്ങനെയല്ല, പ്രത്യേക റിക്വസ്റ്റ് ചെയ്ത് തന്നെ വരണം. ബാലു നിർബന്ധിച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പോകണം, അല്ല വെറുതെ വലിച്ചേറി പോവല്ല. അത് സത്യവാ. കെഞ്ചിയെ കൊണ്ടുവന്നത്. പിന്നെ പപ്പയ്ക്ക് വേറെ കമ്പനി ഒന്നുമില്ലല്ലോ, പോസ്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി ബാലുവിനെ കൂടെ കൊണ്ടുപോകും. കെഞ്ചി എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിച്ചത്? ഞാൻ ഇങ്ങോട്ട് കെഞ്ചി. അപ്പൊ ഞാൻ ഒരുമിച്ച് പോവാം. പിള്ളേരെ രമേ നോക്കണേ. അല്ല രമേ, പിള്ളേരെ നോക്കണേ. ഞാൻ നോക്കിക്കോളാം ചേട്ടാ. പോവാം, വാ. അല്ല, എല്ലാവരും കൂടെ അങ്ങോട്ട് പോണത്? ഇനിയിപ്പോ എവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണം പോവാൻ. ഇവനെ കണ്ടോണ്ടിറങ്ങി ആ ദിവസം പോക്കണം. നീ എന്നെ കണ്ടിട്ടില്ല, ആരെ കണ്ടിട്ട് പോയാലും നിന്റെ എല്ലാ ദിവസവും പോക്കി തന്നെ. ഞാൻ പറയാം, പെട്ടെന്ന് ഇവിടെ നിന്ന് നെഗറ്റീവ് എനർജി നമുക്ക് നമ്മുടെ മൂഡ് പോവാം. മൂഡ് മാറ്റണ്ട, പെട്ടെന്ന് പോയി നല്ല മൂഡ്. എന്റെ സുരേന്ദ്ര, ഇതൊരു ജസ്റ്റ് ബിസിനസ് മീറ്റപ്പ്. ബിസിനസ്സിനാ? ആ, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എന്നെ ഉദ്ദേശം അറിയണം. നിന്നെ ഉദ്ദേശം തന്നെ പറഞ്ഞത്. നേരെ ഒരു തട്ടുകട നടത്താറുണ്ടോ? അവനാണ് ബിസിനസ് മീറ്റിംഗ് ഉണ്ടാക്കാൻ പോണത്. തട്ടടല്ല, ഇത് 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന കാര്യമാണ്. തട്ടട എന്താ അറിഞ്ഞൂടാ, ഇത് 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന കാര്യമാണ്. ഓ, അതേ അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിന്റെ കാര്യം? ചിറ്റപ്പ, ഇത് സംഭവം ഒന്നുമില്ല. എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാതിരിക്കാം എന്നുള്ളതിന്റെ ഉദാഹരണത്തിന് നമുക്ക് പോവാം. മീറ്റിംഗ് കഴിഞ്ഞിട്ടാണോ മീറ്റിംഗ് നമുക്ക് എപ്പോ വേണേ നീ ഉണ്ടല്ലോ, വിളിക്കും. അല്ല, വിളിക്കുമല്ലോ. മമ്മയെ ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. രണ്ടും ഒരേ സ്ഥലത്താണ് മീറ്റിംഗ്. എല്ലാം ഓക്കെ. എങ്കിൽ ഞാൻ ആദ്യം അവിടെ വരാം. മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ എത്തിയ പോലെ. വരുന്നുണ്ടോ? എന്തോന്ന് ചേട്ടാ, ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും നേരി കാണുമ്പോ തമ്മി തല്ലുപിടുത്തവും ബഹളവും. എന്ത് പറയാൻ രമാൻറ്റി, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, ബുദ്ധി വളർച്ച ഇപ്പോഴും. അങ്ങനെ ആര് പറഞ്ഞത്? അമ്മ ഇടക്കിടക്ക് പറയും. ചേട്ടത്തിയാ? ചേട്ടത്തി പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും. ഹലോ അങ്കിളെ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലെങ്കിലേ? അവർ പുറത്ത് പോയേക്കണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ടോ? ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ വരും. ശരി അങ്കിളെ. ആരാടേ? ഹൗസ് ഓണർ. എന്ത് പറ്റി? റെന്റ് കൊടുത്തില്ലേ? റെൻ്റൊക്കെ കൊടുത്തിട്ടേ അച്ഛനും അമ്മയും വിളിച്ചിട്ട് എടുത്തില്ലെന്ന്. അപ്പോൾ അതാണ് ഇങ്ങോട്ട് വിളിച്ചത്. അങ്കിള് വൈകുന്നേരം വരുന്നുണ്ടോ? വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അയ്യോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഹൗസ് ഓണർ വന്ന പ്രശ്നമല്ലേ? ഇത് നീ അങ്ങനെ കാശ് വല്ലതും കൊടുക്കണ്ട. അല്ല, പൂച്ചയെ കണ്ട പ്രശ്നമല്ലേന്ന്? അയ്യോ, അത് ശരിയാണല്ലോ. അച്ഛൻ പറഞ്ഞാണ് ഹൗസ് ഓണർക്ക് പെറ്റ്സിനൊന്നും ഇഷ്ടമല്ല. എന്ത് ചെയ്യും? അതല്ലേ ഞാൻ പറഞ്ഞേ, തുമ്പി കണ്ട പ്രശ്നോ? എടി, ഇപ്പൊ ഹൗസ് ഓണർ വരുമോ ഇല്ലെന്ന് തന്നെ കൺഫേം ആയിട്ടില്ല. വരുന്നെങ്കിൽ വരട്ടെ, അപ്പം നമുക്ക് നോക്കാം. നിങ്ങളെല്ലാരും എൻ്റെ കൂടെ നിൽക്കുവോ? അതിനെ പറ്റിയൊക്കെ ആലോചിക്കാം, പക്ഷെ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണം. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ നീക്കാം. അങ്ങനാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങളും ചെയ്യും. എന്ത് പറ്റി? എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. എന്തിനു ടെൻഷൻ? ഹൗസ് ഓണർ വരുമല്ലേ? അതിനെന്താ, ഹൗസ് ഓണർ വന്നിട്ട് പോട്ടെ. എന്താണ് രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ? നമ്മുടെ പാറു ഹൗസ് ഓണർ വരുന്നു പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ടിരിക്കുക. അതിനെന്തിനു ടെൻഷൻ അടിക്കുന്നത്? ചിറ്റപ്പോ, ഈ പട്ടിയും പൂച്ചയൊന്നും വീട്ടിൽ വളർത്തുന്ന ഹൗസ് ഓണർക്ക് ഇഷ്ടമല്ല. ഓ, അതാണ് കാര്യം.
അല്ല എവിടെയോ കിടക്കണ ഈ ഓണറിന് ഇവിടെ പട്ടിയും പൂച്ച കളാത്തി എന്തോന്ന് കുഴപ്പം? ആ പട്ടിയും പൂച്ചയും വളർത്തിയ വീട് വൃത്തികേടാവുന്നതാണ് പുള്ളിക്കാരൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വാടക വീട്ടിൽ ഈ പട്ടിയും പൂച്ചനൊന്നും വളർത്താൻ സമ്മതിക്കത്തില്ല. ഓണർമാർക്ക് എന്തോ ആവാമല്ലോ. അങ്ങേരുടെ അല്ലേ വീട്. പോലെ ഓണർ വരുമ്പോ തുമ്പി എന്തി? തുമ്പിയെ നമ്മൾ ഒളിപ്പിച്ചു വെക്കും. എന്ത് ചെയ്യാനാ? ആ തുമ്പിനെ നമുക്ക് ഓണർ കാണാതെ ഒളിപ്പിച്ചു വെക്കാം. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുവോ? എടേ നേരത്തെ നമ്മൾ രണ്ടുപേരുള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഉണ്ട്, രമേന്റെ ഉണ്ട്. ചിറ്റപ്പം നിൽക്കുവോ? പിന്നല്ലാതെ ഉറപ്പായിട്ടും 4 പേര് സിമ്പിളായിട്ട് ഒളിപ്പിക്കുക. ഇപ്പൊ എന്നെ ടെൻഷനൊന്ന് കുറഞ്ഞു. അയ്യോ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്ന. എന്നിട്ട് തുമ്പി എവിടെ മോളെ? ഉറങ്ങുന്നു. ഉറങ്ങാണോ? ആ ഉറങ്ങട്ടെ. ഡേ നീ വന്നേ, അസൈൻമെന്റ് ചെയ്യാനുണ്ട്, ഹെൽപ്പ് ചെയ്യോ? അത് കുറച്ച് ചിലവുള്ള കേസാണ് കേട്ടോ. കണ്ട ചിറ്റപ്പ, അവന്റെ സ്വന്തം പെങ്ങളാണ്, എന്നിട്ട് അസൈൻമെന്റ് എഴുതി കൊടുക്കാനായിട്ട് ചെലവ് വേണം പോലെ. എന്തോന്ന് ചെറുക്കൻ ഇവൻ. അത് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെ. അവൻ അച്ഛൻ്റെ മോനാണ്. അച്ഛന്റെ പേരിന് കളങ്കം വരുത്തുന്നൊന്നും ഞാൻ ചെയ്യില്ല. ചെലവ് മുഖ്യം. ഡാഡേ തരാ, തരുവോ? ആലോചിക്കിട്ട് വാ. എന്നാ ബാ.